ബാക്ക് ടു അവർ ചാനൽ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നല്ല തണുപ്പാണ് കേട്ടോ, തണുത്ത് പറിച്ചിട്ടാണ് ഇത് വീഡിയോ എടുക്കുന്നത്. ഈ അകത്ത് അത്ര പ്രശ്നമില്ല, പക്ഷെ നമ്മൾ കതക് തുറന്ന് ഇറങ്ങുമ്പോഴേക്കും ഉണ്ടല്ലോ ഇങ്ങനെ തണുപ്പ് ഇങ്ങനെ മേത്തേക്ക് കയറുകയാണ്. അപ്പോൾ ഇൻട്രോ എടുക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് പുറത്തേക്ക് ഇറങ്ങിയതാണ്. ഇപ്പോൾ തന്നെ കയറി പോകണല്ലേ ശരിയാവില്ല, ഭയങ്കര കൊതുകുണ്ട് കേട്ടോ, ഇവിടെ ഇങ്ങനെ പറക്കുന്നുണ്ട് കൊതുക്. ഓക്കെ, ഇപ്പം എന്തായാലും ഈ തണുപ്പൊന്ന് മാറ്റാൻ വേണ്ടിയിട്ട് ഒരു ഗ്ലാസ് ചായ വെച്ച് കുടിക്കാമെന്ന് വിചാരിച്ചു. അവരെല്ലാം എഴുന്നേറ്റിട്ട് മുമ്പ് വശത്തിരുന്ന് വർത്താനമൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ചായ വെക്കട്ടെ. ഇവിടെ നിന്ന് അങ്ങോട്ട് ഫുള്ള് വോയിസ് ഓവറാണ് കേട്ടോ ഈ വീഡിയോ. എനിക്ക് ഈ കുട്ടികളും ബഹളമൊക്കെ ആയതുകൊണ്ട് ഒരു ലൈവ് വോയിസ് കാര്യങ്ങളൊന്നും എടുക്കാനായിട്ട് പറ്റിയില്ല. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ബോറടിക്കുമോ എന്നുള്ളത് അറിയത്തില്ല. ബോറടിച്ചാൽ സ്കിപ്പ് ചെയ്തോട്ടെ, പ്രശ്നമൊന്നുമില്ല. അങ്ങനെ ഇതേ ഒരു ഗ്ലാസ് ചായ കുടിക്കാമെന്ന് വിചാരിച്ചു. നേരത്തെ പറഞ്ഞ പോലെ തന്നെ എനിക്കിങ്ങനെ ചായ കുറേ ആറ്റിയിട്ട് കുടിക്കുന്നത്, അതായത് ആറ്റുകയെന്നുണ്ടെങ്കിൽ തണുക്കാനല്ല ഉദ്ദേശിക്കുന്നത്, ആ നമ്മൾ ഗ്ലാസ്സിലേക്ക് ഒഴിക്കൂലേ, അപ്പോഴേക്കും അതിൻ്റെ മുകളിൽ ഇങ്ങനെ പത വരില്ല, ആ പതയോടുകൂടി ചായ കുടിക്കാനാണ് കേട്ടോ ഇഷ്ടം. ആദ്യം നമ്മൾ ചായ കുടിക്കുമ്പോഴത്തേക്ക് ആ പത കിട്ടണം, അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പം പുറത്തുനിന്ന് ചായ കുടിക്കുകയാണെങ്കിൽ ആ ഒരു പത കാണുമ്പോഴത്തേക്ക് ഒരു സന്തോഷമാണ്. പിന്നെ ചായ ആണെങ്കിലുണ്ടല്ലോ ഇപ്പോൾ വന്നൊരു വികാരമായിട്ട് മാറിയേക്കാണ്. ഇതില്ലാണ്ട് പറ്റില്ലാത്ത അവസ്ഥയാണ്. എങ്ങനെയെങ്കിലും ഈ ശീലം മാറ്റണം എന്ന് വിചാരിക്കണം. നിങ്ങൾക്കും ഇങ്ങനെ ശീലം ഉണ്ടോ എന്നുള്ളത് കമൻറ്റ് ചെയ്യും. അപ്പോൾ അത് അജ്മീർ വന്നപ്പോഴത്തേക്ക് അവനൊരു കപ്പ് ചായ കൊടുത്തു കേട്ടോ. അങ്ങനെ ചായ കൊണ്ട് ഞങ്ങൾ ഇതേ മുമ്പത്ത് വന്നിരിക്കുന്നതാണ്. ഇവിടെ ഉള്ളപ്പോൾ എല്ലാ ദിവസവും നമ്മൾ രാവിലെയും അതുപോലെ തന്നെ വൈകിട്ടും ചായ കുടിക്കുന്നത് ഇവിടെ ഈ സിറ്റ് ഔട്ടിൽ ഇങ്ങനെ വന്ന് ഇരുന്ന് കാഴ്ചകളൊക്കെ കണ്ട് അങ്ങനെയാണ് കേട്ടോ കുടിക്കാറ്. നല്ല രസമാണ്, ഒരു വൈബ് തന്നെയാണ്. അത് കഴിഞ്ഞ് പിന്നെ അതേ ഹഫിക്ക് ചെറിയൊരു വയ്യായ്ക പോലെയൊക്കെ ഉണ്ട്. അപ്പോൾ ഇത് എൻ്റെ തോളത്ത് കയറിയിരിക്കുന്നതാണ്. നിതുമോൾ അപ്പുറം ഉമ്മിച്ചിയുടെ അടുത്തെങ്ങാണ്ടുണ്ട് കേട്ടോ. അപ്പം ഞാൻ അപ്പം ചുടാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയിലായിരുന്നു. ഇന്നലെ അപ്പത്തിനും അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോഴേക്കാണ് അഫി എഴുന്നേറ്റ് വന്നത്. ഇന്ന് എങ്ങും ഇല്ലാത്തൊരു പ്രകടനമൊക്കെ കാണിക്കുന്നുണ്ട്. ആൾക്ക് ചെറിയൊരു വയ്യായ്ക പോലെയുണ്ട്, പനി പോലെയൊക്കെ ഉണ്ട്. രണ്ട് കുട്ടികളും ഈ AC ഒക്കെ ഇരുന്ന് വന്നതുകൊണ്ടാണെന്ന് തോന്നുന്നു പനിക്കോളൊക്കെ ഉണ്ട്. അങ്ങനെ അപ്പം ചുട്ടുകൊണ്ടിരിക്കുകയാണ്. കറി ഉമ്മ നേരത്തെ തന്നെ വെച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. കടലക്കറിയാണ്, നല്ല തേങ്ങ അരച്ച് നല്ല അടിപൊളിയായിട്ട് കറി വെച്ചിട്ടുണ്ട്. നല്ല രുചിയായിരുന്നു കേട്ടോ കറിക്ക്. ആ ഒരു അപ്പത്തിന് പറ്റിയ കറിയായിരുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ അപ്പം നന്നായിട്ട് പുളിച്ചതുകൊണ്ടേ ഈ നല്ല സ്പോഞ്ചപ്പം പോലെ കിട്ടിയിട്ടുണ്ടായിരുന്നു. ചില സമയത്ത് ഇത് ശരിയാവും, ചില സമയത്ത് കിട്ടത്തുമില്ല. ഇതിന് ശേഷം നമ്മളൊരു ദിവസം അപ്പം ചുട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് അത് കറക്റ്റ് കിട്ടിയില്ല കേട്ടോ. ഇത് പക്ഷേ അടിപൊളിയായിരുന്നു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ആ കറിയുടെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ എല്ലാവർക്കും വേണ്ടിയിട്ടുള്ളതൊന്ന് ചുട്ട് വയ്ക്കുന്നുണ്ട്. പിന്നെ അഫി ആണെങ്കിൽ അപ്പോഴേക്കും വിശക്കാന്ന് പറഞ്ഞുകൊണ്ട് ഉമ്മച്ചി അവന് കുറച്ച് കറി ഒരപ്പം വാരി കൊടുക്കുന്നുണ്ടായിരുന്നു. പിന്നെ നിതിമോളാണെങ്കിൽ ഉമ്മയുടെ അടുത്തിരിക്കുകയായിരുന്നു കേട്ടോ. അപ്പം അഫിക്ക് കൊടുത്തതിന് ശേഷം ഉമ്മച്ചി അവൾക്ക് കുറുക്കുണ്ടാക്കി കൊടുക്കാമെന്ന് പറഞ്ഞു. പിന്നെ ചിലപ്പോൾ നമ്മളിങ്ങനെ അപ്പമൊക്കെ ഉണ്ടാക്കുമ്പോൾ ഒരു ഇത്തിരിയൊക്കെ വായിൽ വെച്ച് കൊടുക്കും കേട്ടോ. കുറച്ച് കഴിക്കും, എന്നാലും മൊത്തത്തിൽ കുറവാണ്. അപ്പം ചുട്ടുകൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് ഉമ്മച്ചാണെങ്കിൽ ഒരു ഇത്തിരി നിതുമോളുടെ വായിൽ വെച്ച് കൊടുത്താണ്. ആ ഒരു കൊടുത്ത സ്പീഡിൽ തന്നെ അതേ സ്പീഡിൽ തന്നെ ആൾ തുപ്പിവിടുന്നുണ്ട്. അത് ഇതാരട്ട അവസ്ഥ. അങ്ങനെ തന്നെ എല്ലാവർക്കും അപ്പമൊക്കെ ചുട്ടു കൊടുത്തതിന് ശേഷം ഞാനിതേ കഴിക്കാൻ വേണ്ടിയിട്ടിരിക്കുകയാണ്. ഒരു 3 അപ്പം എടുത്തു, കടലക്കറി ഒഴിച്ചു വിട്ടു. നല്ല രുചിയുണ്ടായിരുന്നു ആ ഒരു കടലക്കറി, അതായത് അപ്പത്തിന് പറ്റിയ കറിയായിരുന്നു. അങ്ങനെ പിന്നെ നോക്കുമ്പോൾ നിതുമോളാണെങ്കിൽ ഉപ്പാരെടുത്തിരിക്കുന്നുണ്ട്. അഫി പിന്നെ അപ്പുറത്തെ അമ്മുമായിട്ട് നല്ല കളിയാണ് കേട്ടോ. പിന്നെ ഉച്ചക്കത്തേക്കുള്ള ഫുഡ് ഉണ്ടാക്കുന്ന തിരക്കിലായിരുന്നു. ചോറ് നമ്മൾ നേരത്തെ തന്നെ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ പുളിച്ചാറ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ ഉമ്മച്ചിയാണെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള വെളുത്തുള്ളിയും ചെറിയുള്ളിയൊക്കെ ഒന്ന് റെഡിയാക്കി വെക്കുന്നുണ്ട്. പിന്നെ പയറൊക്കെ വേവിച്ച് വെച്ച്, ഈ വെള്ളപ്പയറാണ്, അതുകൊണ്ട് നമ്മൾ എപ്പോഴും വെക്കുന്ന ഒരു ഇതിലായില്ല. അങ്ങനെ എണ്ണയിൽ ആ ഒരു ചെറിയുള്ളിയും അതുപോലെ വെളുത്തുള്ളിയും പച്ചമുളകൊക്കെ ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. പിന്നെ അതിലേക്ക് തന്നെ നമ്മൾ കടുകും അതുപോലെ തന്നെ ഉലുവയും കൂടി ഇട്ടു, പിന്നെ കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് എന്നിട്ട് ആ ഒരു വെന്ത പയറുണ്ടല്ലോ അത് അതിലേക്ക് ഇട്ട് അതിന് ശേഷമാണ് നമ്മൾ പൊടികൾ ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. മഞ്ഞപ്പൊടിയും കുരുമുളക് പൊടിയും അതുപോലെ തന്നെ മുളക് പൊടിയാണ് ഇടുന്നത്. പിന്നെ ഒരു ഇച്ചിരി വെള്ളം കുറവുണ്ടായിരുന്നു, അപ്പോൾ അതും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുന്നുണ്ട്. അങ്ങനെ നമ്മുടെ പുളിച്ചാറൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞില്ല, ഒരു വെള്ളപ്പയറായതുകൊണ്ടാണ് അങ്ങനെ ഇരിക്കുന്നത്. അതിൻ്റെ ഇടയ്ക്ക് ഇതുമോൾ എഴുന്നേറ്റ് വന്ന് അങ്ങനെ ഇരിക്കുന്നുണ്ട്. പിന്നെ കറിയൊക്കെ റെഡി ആയതിനു ശേഷം നമ്മളിത് മീൻ പൊരിച്ചു കേട്ടോ.
ഉച്ചക്കത്തേക്കുള്ള ചോറും കറിയൊക്കെ റെഡിയാക്കിയതിന് ശേഷം ഒന്ന് പള്ളിയിൽ പോയിട്ട് വരാമെന്ന് വിചാരിച്ചു, നമ്മുടെ പാണത്തൂർ പള്ളിയിൽ. അങ്ങനെ അത് ഉപ്പാണയിൽ ഓട്ടോറിക്ഷ ഇറക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാനും ഉമ്മച്ചിയും ഉമ്മായും പിന്നെ കുട്ടികളും ഉപ്പായും കൂടിയിട്ടാണ് പോകുന്നത്. അപ്പോൾ അഫിയാണെങ്കിലും നേരത്തെ തന്നെ വണ്ടിയിൽ കയറി ഇരിക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ അവിടെ പോയിട്ട് ജസ്റ്റ് ഒരു യാസിനൊക്കെ ഓതിയിട്ട് വരാമെന്ന് വിചാരിച്ചിട്ട് പോകുന്നതാണ്. അപ്പോൾ ഈ ഒരു അവിടെ ഇങ്ങനെ പണിയൊക്കെ നടക്കുന്നത് കൊണ്ട് ഫുള്ള് പൊടിയാണ് കേട്ടോ ഈ റോഡിലൂടെ പോകുമ്പോഴത്തേക്കും. അപ്പോൾ നമ്മൾ ഈ മാസ്ക് എടുത്തില്ല, മറ്റേ മൂക്കൊക്കെ ഷാൾ വെച്ചിട്ടൊക്കെ മറച്ചിട്ടൊക്കെയാണ് പോയത്. കണ്ടില്ലേ, ആ ഇലകളിലൊക്കെ ആ ഒരു പൊടി ഇങ്ങനെ പിടിച്ചിരിക്കുന്നതാണ്. ഫുള്ള് പണി നടക്കുകയാണ്. അപ്പോൾ എന്തായാലും നമ്മളിത് പള്ളിയിലേക്ക് പോകുന്നുണ്ട്. അങ്ങനെ നമ്മൾ പള്ളിയിലെത്തി കേട്ടോ. ഇവിടെ കാസർഗോഡ് വരുമ്പോഴേക്കും മിക്കപ്പോഴും തന്നെ ഇവിടെ വരാറുണ്ട്. അങ്ങനെ നമ്മൾ അകത്ത് കയറി യാസീനൊക്കെ ഓതിയിട്ട് തിരിച്ച് വരാമെന്ന് വിചാരിച്ചു. പിന്നെ അവിടെ ആ ഗ്രൗണ്ടിൽ ഇങ്ങനെ സ്റ്റേജൊക്കെ ഇടുന്നുണ്ടായിരുന്നു, ലൈറ്റിംഗ് ഒക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു. വൈകുന്നേരം അവിടെ എന്തോ പരിപാടി ഉണ്ടെന്നാണ് കേട്ടോ പറഞ്ഞത്. അങ്ങനെ നമ്മൾ അവിടെ നിന്നെല്ലാം കഴിഞ്ഞിട്ട് ഇറങ്ങി കേട്ടോ. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞത്, ഗ്രൗണ്ടിൽ ഇങ്ങനെ സ്റ്റേജ് ഇടുന്നുണ്ട്, ലൈറ്റിംഗ് ഒക്കെ കൊടുക്കുന്നുണ്ടെന്നുള്ളത്. പിന്നെ നമ്മളാണെങ്കിൽ നേരെ വീട്ടിലേക്ക് പോയിട്ടോ. വീട്ടിൽ നിന്നാണ് രാവിലെ ചായ കുടിയൊക്കെ കഴിഞ്ഞിട്ട് ഉച്ചക്കത്തേക്കുള്ള ഫുഡൊക്കെ ഉണ്ടാക്കി വെച്ചതിന് ശേഷമാണ് ഇറങ്ങിയത്. അതുകൊണ്ട് പോയിട്ട് പ്രത്യേകിച്ച് അങ്ങനെ പണിയൊന്നുമില്ല. അങ്ങനെ വീട്ടിലെത്തി ഉടനെ തന്നെ നിധിമോളാണെങ്കിൽ അജ്മീർ എടുത്തിട്ടുണ്ട്. അവൻ്റെ കയ്യിൽ കുറേ സമയമൊക്കെ ഇരിക്കും കേട്ടോ. കാരണം ചില കൊണ്ടാൻ നടക്കുന്നത് കൊണ്ട് അത് ഭയങ്കര ഇഷ്ടമാണ്. പുള്ളിക്കാരിക്ക് അവളെ എടുത്തുകൊണ്ടിരിക്കാനായിട്ട് പറ്റത്തില്ല, അവളെ കൊണ്ട് നടക്കണം, അതാണ് ഇഷ്ടം. അങ്ങനെ നമ്മൾ കുറച്ച് സമയമൊക്കെ ഒന്ന് റെസ്റ്റ് എടുത്തു. പിന്നെ ഇന്ന് നമുക്കൊരു കയറിക്കൂടലുണ്ട് കേട്ടോ, നമ്മുടെ വീടിൻ്റെ അടുത്ത് തന്നെ ഉള്ളതാണ്. അപ്പോൾ ഞാൻ നാട്ടിലായിരുന്ന സമയത്ത് തന്നെ 2-3 പ്രാവശ്യം ആ ചേട്ടൻ വിളിച്ചിട്ടുണ്ടായിരുന്നു എന്തായാലും വരണം എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അതുകൊണ്ട് എന്തായാലും അതിനൊന്ന് പോകണം. അങ്ങനെ നമ്മളിത് കയറിക്കൂടലിന് പോകാനായിട്ട് അവിടെ ആൾക്കാരൊക്കെ വന്നു തുടങ്ങി. അപ്പോൾ നമ്മുടെ ആ വയോജന വിശ്രമ കേന്ദ്രം ഉണ്ടല്ലോ, അവിടെയാണ് മറ്റേ ഫുഡൊക്കെ കൊടുക്കുന്നത്. ഇവിടെ ജസ്റ്റ് നമ്മൾ വീട്ടിൽ വന്നിട്ട് വീടൊക്കെ കണ്ടതിന് ശേഷം അങ്ങോട്ടേക്ക് പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മളിത് വീട്ടിലെത്തിയിരുന്നു കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ വീടിൻ്റെ കുറച്ച് ഭാഗങ്ങളൊക്കെയാണ് ഞാൻ ഷൂട്ട് ചെയ്ത് വെച്ചിട്ടുള്ളത്. അപ്പോൾ അതൊന്ന് കണ്ടിട്ട് വരും. അങ്ങനെ നമ്മൾ വീടൊക്കെ കണ്ടിട്ട് ഇറങ്ങിട്ടോ. ഈ ഒരു വീടിൻ്റെ വീഡിയോ ഞാൻ ഏതോ ഒരു വ്ളോഗിൽ കാണിച്ചിട്ടുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം തോന്നുന്നു ഞാനിവിടെ വന്ന സമയത്ത്. അന്ന് ഇതിൻ്റെ പണി നടക്കുകയാണ്, പൂർത്തിയായിട്ടുണ്ടായിരുന്നില്ല. എന്നാലും ഞാനൊന്ന് ഷൂട്ട് ചെയ്തിട്ട് ഇതിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അന്നാണ് ഞാൻ ലാസ്റ്റ് കാണുന്നത്. പിന്നെ ഞാൻ വീഡിയോ ഒക്കെ കണ്ടിട്ടുണ്ടല്ലോ, അതെനിക്ക് അയച്ചു തന്നിട്ടുണ്ട് എടുത്തിട്ട്. പിന്നെ കാണുന്നത് ഈ സമയത്താണ് കേട്ടോ. എന്തായാലും നല്ല എല്ലാ സൗകര്യങ്ങളോടും കൂടിയ ഒരു അടിപൊളി വീടാണ്. പിന്നെ വന്നിട്ട് നമ്മൾ ഫുഡൊക്കെ കഴിച്ചു, നല്ല ഫുഡായിരുന്നു കേട്ടോ. നേരെ വീട്ടിലേക്ക് വന്നു. അപ്പോഴേക്കും നിധിമോളാണെങ്കിൽ അവിടെ ഇവിടെയൊക്കെ കയറി അലമ്പാക്കുന്നുണ്ട്.
നമുക്ക് ബാങ്കിൽ പോകേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ബാങ്കിലേക്ക് ഇറങ്ങിയതാണ് രാജപുരത്ത്. അപ്പോൾ നമ്മുടെ ഇക്ക പഠിച്ച കോളേജ് കണ്ടപ്പോഴത്തേക്കും അഫീനെ ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് അങ്ങോട്ടേക്ക് കാറൊന്ന് കയറ്റിയതാണ് കേട്ടോ. അപ്പോൾ കറക്റ്റ് ഈ ഒരു ബിൽഡിങ്ങിലായിരുന്നു അവരുടെ ക്ലാസ് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ ഇതിന് മുമ്പ് എന്നെ ഇവിടെ കൊണ്ടുവന്ന് കാണിച്ചിട്ടുണ്ട്, പക്ഷേ അഫീനെ അങ്ങനെ കാണിച്ചിട്ടില്ല എന്ന് എനിക്ക് തോന്നുന്നത്. അങ്ങനെ കാണിക്കാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ കറക്റ്റ് ഇവരങ്ങ് കയറി പോകുമ്പോഴത്തേക്കും ഇക്കനൊക്കെ പഠിപ്പിച്ചൊരു സാറുണ്ട്, ജോബി സാറെന്ന് പറഞ്ഞിട്ട് ഇവരുടെയൊക്കെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു സാറാണ്. ഒരുപാട് പറഞ്ഞു കേട്ടിട്ടുണ്ട് ഞാൻ. അപ്പോൾ സാറിനെ കാണി സംസാരിക്കുകയൊക്കെ ചെയ്തിട്ട് പിന്നെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് അപ്പോൾ ഞാൻ ജസ്റ്റ് കാറിലിരുന്ന സമയത്ത് അതൊന്ന് ഷൂട്ട് ചെയ്തതാണ്. ഈ പ്രാവശ്യം വന്നിട്ട് നമ്മൾ ബസ് കാണാനൊന്നും പോയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ നമ്മൾ കറക്റ്റ് കോളേജിൻ്റെ അവിടെ നിന്ന് ഇറങ്ങി കഴിഞ്ഞപ്പോഴേക്കും അത് ബസ് വരുന്നുണ്ട്. അങ്ങനെ എന്തായാലും കാണാൻ പറ്റി. അഫിയാണെങ്കിൽ അക്സം ബസ് എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ഷൂട്ട് ചെയ്തതാണ് കേട്ടോ. അപ്പോൾ അവർ തമ്മിൽ എന്തോ സംസാരിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് നേരെ ബാങ്കിലേക്ക് പോയിട്ടോ. അങ്ങനെ ബാങ്കിലെത്തി അവിടുത്തെ ആവശ്യങ്ങളൊക്കെ കഴിഞ്ഞു. ഏകദേശം ഒരു അരമുക്കാൽ മണിക്കൂർ അവിടെ സ്പെൻഡ് ചെയ്യേണ്ടി വന്നിട്ട്. തിങ്കളാഴ്ചയും കൂടി ആയിട്ട് അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു. പിന്നെ നേരെ കാഞ്ഞങ്ങാട് പോകേണ്ട ആവശ്യമുണ്ടായിരുന്നു. അപ്പോൾ ഞാനും അഫിയും കൂടി അവിടെ നിന്ന് ബസ് കയറിയിട്ട് തിരിച്ച് വീട്ടിലേക്ക് എത്തിയിട്ടോ. അപ്പോൾ പനത്തടിയിൽ ഇറങ്ങിയപ്പോഴത്തേക്കും അജ്മീറാണെങ്കിൽ വണ്ടിയും കൊണ്ട് വന്നു നമ്മൾ വീട്ടിലേക്ക് എത്തി. അപ്പോൾ ഇന്നത്തെ ചെറിയൊരു വീഡിയോ ആയിരുന്നു, കുറച്ച് വിശേഷങ്ങളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ളത്. അപ്പോൾ ഞാനതിവിടെ വൈൻഡപ്പ് ചെയ്യാൻ കേട്ടോ. അപ്പോൾ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം കേട്ടോ. സോ നമുക്കിനി നെക്സ്റ്റ് വ്ളോഗിൽ കാണാം. ബൈ.